വെള്ളിയാഴ്ച കാലത്തുള്ള വിശേഷമാണ് കേട്ടോ. അങ്ങനെ നേരമൊക്കെ വെളുത്തു. ഇനി എനിക്ക് അടുക്കളയിലൊക്കെ കുറച്ച് പണിയുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ട്യൂഷന് കുട്ടികൾ 2 ബാച്ച്, ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ചും കാലത്ത് തന്നെയാണ്. 9 മണിയാകുമ്പോഴേക്കും എനിക്ക് പണിയൊക്കെ എല്ലാം വീട്ടിലത്തെ പണികൾ റെഡിയാക്കണം. അപ്പോൾ ചോറ് അടുപ്പിൽ നേരത്തെ എണീറ്റ് വെച്ചു കേട്ടോ. ചോറ് തിളയ്ക്കുന്നുണ്ട്. അടുപ്പിൽ തന്നെയാണ് ചോറ് വെക്കാറ്. കറിയൊക്കെ ഗ്യാസിൽ തന്നെയാണ്. അപ്പോൾ കാലത്തിന് നൂലപ്പം ഉണ്ടാക്കുന്നത് സാധാരണ ഇലയിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. വലുതായി അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പോൾ പിന്നെ കുഞ്ഞു കുഞ്ഞതാകുമ്പോൾ അത്ര പണിയില്ല. ഓരോന്ന് എല്ലാവർക്കും ഓരോന്നോ 2 വെച്ചെടുത്താൽ പണി അത്രയും കുറഞ്ഞ് കിട്ടിയില്ലേ. കാരണം എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. എനിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ടേ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ വർക്കും ചെയ്യണം. അപ്പോഴേക്കും മീൻ വന്നിരുന്നു, ആവോലിയാണ്. അപ്പോൾ ഞാനത് നേരാക്കി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കത്രിക മൂർച്ചയില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എല്ലാം കട്ട് ചെയ്ത് വന്നു. അപ്പോൾ പൊരിക്കാനുള്ള മീനിൻ്റെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തലയും വാലും മാത്രമാണ് കറി വെക്കണത് കേട്ടോ. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചു, കറി കൂട്ടി മീനൊക്കെ ഓരോന്നായിട്ടിടാണ്. അപ്പോൾ ഇത് തന്നെ സമയമുണ്ടെങ്കിൽ നൂലപ്പത്തിന് ചട്നി ഉണ്ടാക്കും, അല്ലെങ്കിൽ മീൻകറി തന്നെ കൂട്ടി കഴിക്കണ്ടോ. കറിയൊക്കെ തിളച്ചു കണ്ടോ. എനിക്ക് തേങ്ങ കൂട്ടി കറി വയ്ക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് മുളക് കറി അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല ജീരകം ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും അരയ്ക്കാറുള്ളത്. ഒരു പ്രത്യേക മണമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ കറിയൊക്കെ എനിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നതിൽ മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ കണ്ടോ, കറിയൊക്കെ കണ്ടോ, ഒരു മഞ്ഞ കളർ കേട്ടോ. റെഡ് കളറും മഞ്ഞ കളറും സൂപ്പറായിട്ടുള്ള ആവോലി കറി റെഡി. നിങ്ങൾ ഈ രീതിയിൽ തേങ്ങ കൂട്ടിയാണോ വെക്കാറുള്ളത്? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് കറിയൊന്നും അത്ര ഇതിൽ വെക്കാൻ അറിയത്തില്ല, പക്ഷേ കുഴപ്പമില്ല. തരക്കടില്ലാത്ത രീതിയിലൊക്കെ കറി ഞാൻ ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ എല്ലാം ചെയ്ത് വേണം എനിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ. വന്നിട്ട് എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ മീൻ കൂടി പൊരിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ചട്ടിയിൽ. ഓക്കെ, നല്ല അടിപൊളി, സൂപ്പർ. അപ്പം ഞാൻ അങ്ങോട്ട് വന്ന് നോക്കുക. അത്ര ഒന്നും ഹെൽപ്പ് ചെയ്യാനൊക്കെ അത്ര വരില്ല കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞു കുട്ടികളെ പോലെ കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കുക മൂട്ടുപൊട്ടിൽ. അപ്പോൾ ഞാൻ കുറേ വഴക്ക് പറഞ്ഞതാണ്. അപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട്. അടിപൊളി മഴയാണ് കേട്ടോ. മഴക്കാലം നേരത്തെ വന്ന് ജൂണിലൊക്കെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ മഴ പെയ്യും. പക്ഷേ നേരത്തെ തന്നെ മഴയൊക്കെ തുടങ്ങി. മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇപ്പോൾ എല്ലാ ദിവസവും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും കളിയൊന്നും കളറോ ഒന്നും ഇടിക്കും അങ്ങനെ കൊള്ളുക. അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ചെറുതിന് കളയൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ മഴയത്ത് കളിക്കുന്ന, മഴയത്ത് നിൽക്കുന്ന സന്തോഷത്തിലാണ് 2 പേരും. അവർ അതിൽ ഇതിലൊന്നും നിൽക്കാറില്ല കേട്ടോ. പിന്നെ അത്യാവശ്യമൊക്കെ മഴ നനയ്ക്കും അവർ. കോഴികൾക്ക് കയറാൻ വേണ്ടിയിട്ട് കുഞ്ഞിനൊക്കെയാണ്. കോഴികൾക്ക് കയറാൻ വേണ്ടി നമ്മൾ കല്ല് വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെച്ച് കഴിച്ചതാണ്. അപ്പോൾ ചക്ക ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതിന് ഇത്തിരി കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാലത്ത് കുക്കറിലിട്ട് അടിച്ചുകൊണ്ട് പോയതാണ്. ചെറിയവൻ കുളിയൊക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ. സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോൺ അവിടെ വെച്ചപ്പോൾ അതിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് കണ്ടോ കോമാളിത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുക. വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ആ ചക്കക്കറി ഞാൻ താളിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ചുമ്മാ കടുകും ഉള്ളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് താളിക്കുക. വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലതാട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ആ കുറച്ചുള്ളത് വേസ്റ്റ് ആക്കണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ കറി വെച്ചു തന്നെ ഉള്ളൂ. എക്സ്ട്രാ ഒരു കറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ
മഴ പെയ്യുന്നുണ്ട്, വെളിയിൽ നല്ല മഴയാണ് കേട്ടോ. വീഡിയോയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഫോണിൽ ഞാൻ നോക്കുകയാണ് കേട്ടോ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോഴേക്കും വാപ്പ പള്ളിയിൽ പോയിട്ട് വന്നു. വാപ്പയും ഉണ്ണിയും കൂടിയിട്ട് പള്ളിയിൽ പോയിട്ട് വന്നാണ് വലിയവനെ. വാപ്പ ഉണ്ടാവും കോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാ, അതിനെക്കുറിച്ച് പറയണം അവിടെ. കുഞ്ഞുമാനോടെ സിപ്പപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു വാപ്പ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കുഞ്ഞുമാനോട് വാങ്ങിക്കുക. അപ്പോൾ കുഞ്ഞുമ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതെടുത്ത് എടുത്ത് കൊടുത്താണ് കേട്ടോ. അത് കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പോഴേക്കും വാപ്പ ഒരു നോട്ടീസ് കിട്ടിയിരുന്നു, ഫോൺ മാറ്റേണ്ട നോട്ടീസ്. അതായത് ഒരു ഷോറൂം ഓപ്പൺ ആവുന്നുണ്ട്, അതിൻ്റെ ഒരു നോട്ടീസാണ്, നാളേക്കാണ് ഓപ്പൺ ആവുക എന്ന് വെച്ചു. അപ്പോൾ വാപ്പാടെ ഫോണ് കേടാണ്, അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് വന്നു, കണ്ടോ. അപ്പം ഞാൻ അവിടെ വന്നിരുന്നതും അവൻ അല്ലേ എത്ര കാലമായി ഇവൻ്റെ മടിയിലിരുന്നിട്ട് എന്ന് വെച്ചിട്ട്. ചെറുത് സമ്മതിക്കില്ല കേട്ടോ, ചെറുതിന് ഭയങ്കര കുറുമ്പാ, സമ്മതിക്കില്ല. അവൻ എന്തിനേലും എൻ്റെ അടുത്ത് വന്നാൽ അപ്പോൾ ഇവൻ വന്നു കഴിഞ്ഞാൽ അവന് വരണം. അതെല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല. അപ്പോൾ തലയൊക്കെ മുടിയൊക്കെ മസാജ് ചെയ്ത് തരാൻ വേണ്ടി പറയുമായിരുന്നു. എപ്പോഴും ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം അവർക്ക് എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. മുടിയൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ വിശേഷങ്ങൾ പറയുക. എനിക്കും വിശന്ന് അവൻ ചോറൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. മീൻകറി ആകുമ്പോൾ ഒന്നുകൂടി വിശക്കും. എല്ലാ വെള്ളിയാഴ്ചയും മീനോ ഇറച്ചിയോ എന്തെങ്കിലും വാങ്ങിക്കും കേട്ടോ. അപ്പോൾ കുറേ ആയി മീൻ വാങ്ങിച്ചിട്ട്, പിന്നെ മീൻ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നല്ല മീൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അവൻ വെളിയിൽ ഊഞ്ഞാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചു, അവനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇത്തിരി വാശി കൂടുതൽ, അവൻ എടുക്കണം എന്ന് പറയും കേട്ടോ, എടുക്കണം എന്ന് പറയുക അവന്. കണ്ട. അപ്പം ഞാൻ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുക, എടുക്കാൻ പോകുമ്പോൾ ഞാൻ എടുക്കത്തില്ല. കണ്ട. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിക്കട്ടോ. അതിന് ഫുഡ് കൊടുത്ത് വേണം ഉറക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണ്. എൻ്റെ ഫുഡൊക്കെ എടുത്ത് കഴിക്കുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിച്ച് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.